ബദനി നവജീവൻ പ്രൊവിൻസിനു വേണ്ടി കോട്ടയം ഗിരിദീപത്തിൽ വെച്ച് നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിൽ ലിൻസണച്ചന്റെ നന്ദി പ്രസംഗം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഖഡ്കി പൂന രൂപതാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് പിതാവേ, ബദനി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഗീവർഗീസ് കുറ്റിയിലച്ച, പ്രൊവിൻഷ്യൽ അച്ഛന്മാരായ പെരിയ ബഹുമാനപ്പെട്ട ജോർജ് അയ്യന്നത്തച്ച, സിറിൽ ആനന്ദച്ച, ആദരണീയ മദർ ജനറൽസ്, മദർ പ്രൊവിൻഷ്യൽസ്, വന്യ വികാർ ജനറൽസ്, വേദിയിലായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, വന്യ വൈദികരെ, സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിത്യപുരോഹിതനായ ക്രിസ്തു തൻ്റെ പൗരോഹിത്യത്തിൻ്റെ അങ്കി ഞങ്ങൾക്ക് നൽകിയ ഇന്നത്തെ ദിവസം സ്വർഗത്തിൽ ഒത്തിരി സന്തോഷവും ഭൂമിയിൽ ഒത്തിരി അനുഗ്രഹവും നിറഞ്ഞ ദിവസമാണ്. കാരണം ദൈവസ്നേഹത്തിൻ്റെ ശാശ്വത അടയാളമായ വിശുദ്ധ കുർബാനയിൽ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് യേശു പറഞ്ഞ തിരുമൊഴികൾ പറയുവാൻ ദൈവം ഞങ്ങളെ യോഗ്യരാക്കിയ ദിവസമാണ് ഇന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്ന അതേ മനോഭാവത്തോടെയാണ് ഞങ്ങൾ 3 പേരും ഇന്നിവിടെ ആയിരിക്കുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒന്നും പരിഗണിക്കാതെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ അങ്കി ഞങ്ങളെ അണിയിച്ച ദൈവത്തിന് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭയിൽ ശുശ്രൂഷ പൗരോഹിത്യമെന്ന ദൈവിക ദാനം ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ പ്രാർത്ഥന ആശംസകളാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമനസിനും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസിനും പ്രാർത്ഥന നിർഭരമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷനായ അഭിവന്യ തോമസ് മാർ കുരുലോസ് പിതാവ്, ഇന്ന് പിതാവ് തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ടും തിരുവചന സന്ദേശം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ 3 പേരുടെയും നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ നിമിഷം അഭിവന്യ പിതാവിനെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഖഡ്കി രൂപത അധ്യക്ഷനായ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് പിതാവ് തൻ്റെ ശ്ലൈഹിക ആശീർവാദവും കൈവെപ്പ് വഴിയും ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് അഭിവന്യ പക്കോമിയോസ് പിതാവ്. പക്കോമിയോസ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പിതാവ് സൂചിപ്പിച്ച കാര്യങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളൊക്കെയും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ ആശ്രമത്തിൽ ചേർന്നപ്പോൾ ഞങ്ങളെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ചത് അഭിവന്യ പിതാവ് പ്രൊവിൻഷ്യലായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷവും ഞങ്ങളുടെ ഗുരുവച്ചനായി, ഏറ്റവും അവസാനം ഞങ്ങളുടെ സുപ്പീരിയർ ജനറലായി, എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അഭിവന്യ പിതാവ് തന്നെയാണ് എൻ്റെ രൂപതയുടെ അധ്യക്ഷനായി, ഖഡ്കി രൂപതയുടെ അധ്യക്ഷനായി ഇപ്പോൾ സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് അഭിവന്യ പിതാവ്. ഞങ്ങളുടെ വളർച്ചയുടെ ഓരോ നിമിഷവും ഓരോ പടിയിലും അഭിവന്യ പിതാവിൻ്റെ അനുഗ്രഹവും കൃപകളും ധാരാളം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അഭിവന്യ പിതാവിന് ഞങ്ങൾ 3 പേരുടെയും നാമത്തിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നിമിഷം ഏറ്റവും സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം ദാനമായി തന്ന സന്യാസി പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞങ്ങളെ വളർത്തി ഞങ്ങളെ മുമ്പോട്ട് നയിച്ചത് ബഥനിയാകുന്ന അമ്മയാണ്. എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ബഥനിക്ക് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബഥനിയാകുന്ന അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കനുസൃതമായി ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട്
ഉറപ്പ് കൊടുക്കുവാനാണ് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഥനിയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ നിമിഷം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളാണ് സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഗീവർഗീസ് കുറ്റിയിലച്ചൻ, ബഥനി നവജ്യോതി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരിക്കുന്ന വന്യ ജോർജ് അയ്യന്നത്തച്ഛൻ, ബഥനി നവജീവൻ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരിക്കുന്ന സിറിൽ ആനന്ദച്ചൻ. ഈ വന്യ വൈദികര് ഞങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഗുരുക്കളായി സേവനമനുഷ്ഠിച്ചവരാണ്, ഞങ്ങളെ മുമ്പോട്ട് വളർത്തിയവരാണ്, ഞങ്ങളെ അനുഗ്രഹിച്ചവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹങ്ങൾക്കും സഹകരണത്തിനും ഞങ്ങൾ 3 പേരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ നിമിഷം ഞാൻ സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ സുപ്പീരിയർ ജനറലൊപ്പവും പ്രൊവിൻഷ്യൽ അച്ഛന്മാരോടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ജനറൽ കൗൺസിലേഴ്സ്, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, ബഥനിയിലെ എല്ലാ വൈദികരെയും സഹോദരങ്ങളെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ബഥനിയിൽ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിനെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പല കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്ന ബഥനിയിൽ കൂടപ്പിറപ്പുകളായി ജീവിച്ച സഹോദര വൈദികര് ഇവിടെയുണ്ട്. ഇനി പരിശീലനത്തിലായിരിക്കുന്ന കുഞ്ഞനുജന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭൂരിമുഖ കാലഘട്ടവും ഞങ്ങൾ ചെലവഴിച്ചത് പൂനെ ബഥനി ആശ്രമം രാംവാടിയിലാണ്. അവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞനുജന്മാരെ ഈ നിമിഷം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ തന്ന സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനു മുമ്പാകെ നന്ദിയോടെ നിങ്ങൾ ഓരോരുത്തരെയും ഓർക്കുന്നു. സന്യാസ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് അനുസൃതമായി ജീവിക്കുവാൻ പ്രാർത്ഥനയുടെ പിൻബലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അനേകരുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങൾ ജനിച്ച് വളർന്ന് ദൈവവിശ്വാസത്തിൽ വളർന്ന് ഞങ്ങളെ പ്രതിയുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ മാതൃ ഇടവകയെ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന വന്യ വികാരി അച്ഛന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഈ കാലമൊക്കെയും ഞങ്ങളേറെ അനുഗ്രഹിച്ച, ഞങ്ങളെ വഴി നടത്തിയ ഞങ്ങളുടെ മുൻ വികാരി അച്ഛന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത സന്യസ്തരുണ്ട്, ബ്രദേഴ്സ്, ഇടവകാംഗങ്ങൾ, ധാരാളം പേർ ഏറെ ത്യാഗം ഏറ്റെടുത്തുകൊണ്ട്, ഏറെ സഹനം ഏറ്റുകൊടുത്തുകൊണ്ട് ഇന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ 3 പേരുടെയും പേരിൽ ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഇടവകയിലെ ഓരോ വ്യക്തികളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ ഇന്ന് ഫലം ചൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരെയും പേര് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും സമയത്തിൻ്റെ കുറവ് മൂലം നിങ്ങളുടെ മുഖങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലമൊക്കെയും ഞങ്ങൾ പരിശീലനത്തിൻ്റെ ഈ വിവിധ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത പല പള്ളികളിൽ നിന്ന്, ഞങ്ങൾ പാരിഷ് മിനിസ്റ്റർ ചെയ്ത പള്ളികളിൽ നിന്ന്, ഞങ്ങൾ ആഴ്ചയിൽ ശുശ്രൂഷിച്ച പള്ളികളിൽ നിന്ന് ധാരാളം ദൈവവിശ്വാസികൾ ഈ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങൾ ഡയഗ്നറ്റ് മിനിസ്ട്രി ചെയ്ത പള്ളികളിൽ നിന്നും വിശ്വാസികളേറെ ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ഈ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ കാലിടറിയും വഴിതെറ്റിയും ലക്ഷ്യം മറന്നു പോകാവുന്ന ധാരാളം അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളെ താങ്ങി നിർത്തിയത് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ലക്ഷ്യം മാറാതെ ഞങ്ങളെ മുമ്പോട്ട് നയിച്ചത് ഞങ്ങളുടെ ഗുരുവച്ചന്മാർ, ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദേഴ്സ്, ഞങ്ങളുടെ അധ്യാപകർ ഒക്കെയും ഇവിടെ സന്നിഹിതരാണ്.
ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഏറ്റവും പ്രത്യേകിച്ച് രാമവാടി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ആൻഡ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് സിപ്രിയാൻ അച്ഛനോടുമുള്ള ബഹുമാനപ്പെട്ട BVP ഡയറക്ടർ ബഹുമാനപ്പെട്ട മാത്യു തിരുവാലിൽ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ നിമിഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളെ പ്രതിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവഹിതം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അയച്ച മാലാഖകളാണ് ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ്. അനേകം വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ബ്രദേഴ്സ് ഒക്കെയുണ്ട്. ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിച്ചവർ. നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങൾ തന്ന സഹകരണത്തിന്, സഹായത്തിന് ദൈവസന്നിധിയിൽ നിങ്ങളെ നന്ദിയോടെ ഓർത്തുകൊള്ളുന്നു. കൂടപ്പിറപ്പുകൾക്ക് സമാനമായ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും വഴി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, ഏറ്റവും പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഡോട്ടേഴ്സ് ഓഫ് മേരി, മറ്റ് സന്യാസിനി സഭകളിലെ സിസ്റ്റേഴ്സ് ഏവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ആദരണീയ മദർ ജനറൽ സിസ്റ്റർ ആർദർ SIC, സിസ്റ്റർ ലിഡിയ DM, മറ്റെല്ലാ മദർ പ്രൊവിൻഷ്യൽസ്, കൗൺസിലേഴ്സ്, എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ നിമിഷം ഞങ്ങൾ 3 പേരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും നൽകിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രയാണം സുഗമമാക്കുവാൻ യത്നിച്ച എല്ലാ അഭ്യുതകാംക്ഷികളെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നിങ്ങൾ ഏറ്റെടുത്ത ത്യാഗങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുവെന്ന് ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. ഈ തിരുപ്പെട്ട സ്വീകരണത്തിന് ഞങ്ങൾ ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. വിവിധങ്ങളായ കമ്മിറ്റികളിൽ ശുശ്രൂഷ നിർവഹിച്ച എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ തിരുപ്പെട്ട ശുശ്രൂഷകൾ ഇത്ര മനോഹരമാക്കി തീർക്കുവാൻ നമ്മളെ സഹായിച്ച കൊയർ ടീമിനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വൈദികരോടും, നമ്മൾ കാണുന്ന ഈ മദ്ബഹ ഇത്ര മനോഹരമായി അലങ്കരിക്കുവാൻ യത്നിച്ച എല്ലാ സിസ്റ്റേഴ്സിനോടും എല്ലാ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഈ തിരുപ്പെട്ട ശുശ്രൂഷ നടന്ന ഗിരിദീപം ബഥനി ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിരിക്കുന്ന വന്യ സത്യൻ തോമസ് അച്ഛനോടും, തിരുപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ജനറൽ കൺവീനർ മാത്യു മോഡിൽ അച്ഛനോടും, ഈ ആശ്രമത്തിലെ മറ്റെല്ലാ വൈദികരോടും, ഏറ്റവും പ്രത്യേകിച്ച് ഈ ഗിരിദീപം കുടുംബത്തിലെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നിമിഷം ഞങ്ങൾ 3 പേരും അറിയിക്കുന്നു. ആത്മീയ പാതയിൽ ഞങ്ങളെ മുമ്പോട്ട് നയിച്ച ധാരാളം ധ്യാന ഗുരുക്കന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർക്കുവാനുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് തിരുപ്പട്ടത്തോട് ചേർന്ന് ഞങ്ങളെ ഈ കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ ബഹുമാനപ്പെട്ട ജോസ് വെട്ടിക്കാട്ട് കപ്പൂച്ചൻ അച്ഛനോടും ലാവർണ കപ്പൂച്ചൻ ആശ്രമത്തിലെ എല്ലാ വന്യ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ നിമിഷം അറിയിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാച്ച്മേറ്റ്സ്. വിവിധ രൂപതകളിൽ, വിവിധ സന്യാസ സഭകളിൽ നിന്ന്, റീത്തുകളിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാച്ച്മേറ്റ്സ് ഇവിടെയുണ്ട്. ബഥനിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അവരോട് നന്ദി പറയേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയത്തില്ല. സന്തോഷത്തിലും സന്താപത്തിലും ഞങ്ങളുടെ വിജയത്തിലും പരാജയത്തിലുമൊക്കെയും താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങളോടും, ഏറ്റവും പ്രത്യേകിച്ച് ഇന്ന് ഈ തിരുപ്പെട്ട ശുശ്രൂഷകൾക്ക് ശുശ്രൂഷ ചെയ്ത ബഥനി നവജീവൻ പ്രൊവിൻസിലെ ഷമ്മാശന്മാർ, നിങ്ങളോട് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഒന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളോടും സ്നേഹിതരോടും നന്ദിയും സ്നേഹവും ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. വേദിയിലായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ മാത്രം ആഗ്രഹിക്കുന്ന
വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. സഭയുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സ്വീകരിക്കുവാനും എന്ത് ത്യാഗം ഏറ്റെടുക്കുവാനും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ സന്നദ്ധതയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്, നമ്മളോട് കാണിക്കുന്ന സഹകരണത്തിന് നന്ദിയും സ്നേഹവും മാത്രമേ ഈ നിമിഷം അറിയിക്കുവാനുള്ളൂ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള, വേദിയിലായിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും സമയം കണ്ടെത്തി ഞങ്ങളോടുകൂടെ സമയം ചെലവഴിച്ച ബഹുമാനപ്പെട്ട സാറിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഒക്കെയും ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നില്ല, ചിലപ്പോൾ കറഞ്ഞു പോകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരുടെ മുഖങ്ങളിലേക്ക് ഞാൻ നോക്കുന്നില്ല. നിങ്ങളോട് നന്ദിയും സ്നേഹവും മാത്രമേ നിങ്ങൾക്ക് തരുവാൻ ഞങ്ങളുടെ കൈകളിലുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് യെസ് എന്ന് പറഞ്ഞ ആ നിമിഷമാണ് ഞങ്ങൾ ഓരോരുത്തരും സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പിറന്നു വീണ ആ നിമിഷം. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല. ഒന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾ അനുദിനം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളിൽ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കപ്പെടാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്ന ഉറപ്പ് മാത്രം ഇപ്പോൾ ഞങ്ങൾ 3 പേരും നിങ്ങൾക്ക് നൽകുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, നവവൈദികരുടെ പേരിൽ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.